മുൻപ് മിനിമം 10ാം ക്ലാസ്സുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പരീക്ഷയില്ലാതെ ഫിസിക്കൽ ഇല്ലാതെ ഇൻ്റർവ്യൂ ഇല്ലാതെ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സ്ഥിരജോലി നേടുവാനുള്ള ഒരു അവസരം വന്ന കാര്യം, അതായത് GDS നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസം മുമ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 21,400 കൂടുതൽ ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് കേരളത്തിൽ മാത്രമേ ഇതിന് ഒഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ GDയിൽ 50,000 കൂടുതൽ ഒഴിവ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹി പോലീസിന് ഇനി വരാനിരിക്കുന്നുണ്ട്. 42,000 കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവുമെന്നാണ് അപ്ഡേറ്റ് കിട്ടിയത്. ഇവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2021 21,000 കൂടുതൽ ഒഴിവ് ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഒഴിവുകൾ, ലക്ഷത്തിലും കൂടുതൽ, 1,00,000 കൂടുതലൊക്കെ ഒഴിവുകൾ എന്തായാലും വരുന്നുണ്ട് എല്ലാ വർഷവും. നമ്മളത് കൃത്യമായിട്ട് വേക്കൻസി ബേസിൽ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി തീർച്ചയായിട്ടും എത്ര വേക്കൻസി ഒരു വർഷം വരുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ട്രാക്ക് ചെയ്തിട്ടുള്ള ഡാറ്റ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് ഇതുമായി സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, ഇങ്ങനെ നിരവധി അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറഞ്ഞ ചാനൽ കണ്ടിട്ട് മാത്രം നിരവധി പേർക്ക് ജോലി ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ചാനൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇൻഫോം ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ലിസ്റ്റ്, അതായത് ആദ്യ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ 1000 കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേരള സർക്കിളിൻ്റെ സെക്കൻഡ് ലിസ്റ്റാണ്. ഫസ്റ്റ് ലിസ്റ്റ് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇനി ആ ലിസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല, കാരണം അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനി അവർക്ക് സെലക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അത് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ജോലി ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് വരും. ആ ലിസ്റ്റിലുള്ളവർ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. ആ ലിസ്റ്റിലുള്ളവർ പോകുന്നില്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് വരും. അപ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള ഒരു 4-5 ലിസ്റ്റ് വരാറുണ്ട്. നോർമലി ഈ ഒരു പോസ്റ്റിന് അങ്ങനെ വരാറുണ്ട്. ഇത്തവണ നമുക്കത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 2ാമത്തെ ലിസ്റ്റാണ് നിലവിൽ വന്നിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യാൻ പറയുന്ന ഡിവിഷനിലേക്ക് പോയിട്ട് 6/5/2025 മുൻപാകം നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക. ആ ഒരു ഡേറ്റിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലോ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും നല്ലത് ആ ഡേറ്റിന് മുൻപായിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ചെയ്യേണ്ട കാര്യം, വെരിഫിക്കേഷൻ അലോങ് വിത്ത് ഒറിജിനൽ ആൻഡ് 2 സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് ഓൾ ദി റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള SSLCൻ്റെ ബുക്ക്, ആധാർ കാർഡ്, ഇതിൻ്റെയൊക്കെ 2 സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പി ഉൾപ്പെടെ നിങ്ങൾ എടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങളുടെ SSLCൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. അതേ സ്ഥാനത്ത് അതിൻ്റെ 2 കോപ്പി എടുക്കുക. ആ കോപ്പിയിൽ നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ഒപ്പ് ഒരു സൈഡിലായി മാറ്റിയിട്ടേക്കുക. അങ്ങനെയാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആലപ്പി ഡിവിഷനിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കട്ട് ഓഫ് ഇവിടെ കാണാൻ സാധിക്കും. 87 മാർക്ക് വന്നവരൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. 95 വന്നവർ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇതിന് 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. അല്ലാതെ പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാണാൻ സാധിക്കും 95, അതിൻ്റെ മുകളിൽ അതിൻ്റെ താഴേക്കുള്ളവർ വന്നിട്ടുണ്ട്. 93 വന്നവരുണ്ട്. നമ്മൾ ആദ്യം 80 ചില്ലാനം മാർക്ക് വന്നവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 89 മാർക്ക് വന്നവരെ കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 787 ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നല്ലത് റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നതാണ്. ഏറ്റവും ടോപ്പിൽ ഒരു സെർച്ച് ബാർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെർച്ച് ബാറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്താൽ നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും, പിന്നെ അതിൻ്റെ ചുവടെയായിട്ട് ഇപ്പോൾ നിങ്ങളാണിതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആലപ്പി ഡിവിഷൻ കേരളയിൽ പോയിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടത്. ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു ഡേറ്റിന് മുൻപാകം നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പേര് അപേക്ഷിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ GDS എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്, ഗ്രാമീൺ തക് സേവകിൻ്റെ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.